നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു വനത്തിലാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ കുറേ കണ്ട്, അപ്പോൾ കുറച്ച് നേരം ഇനി വനത്തിലൂടെ നടക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങളുടെ ഹാർദവമായി വനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റെവിടെയല്ല, കേരളത്തിൻ്റെ കണ്ണൂർ ജില്ലയിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി 55 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ആറളം വന്യജീവി സങ്കേതത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇത് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി സാറ് കാറ് വെച്ചില്ലേ, അത് ആറളം ഫാം. അപ്പൊ ഇവിടെയാണ് അവനെ കൂടൊരുക്കിയത്. ഇവിടുത്തെ പ്രത്യേകത നിത്യഹരിത വനങ്ങളും ആർദ്ര ഇലപൊഴിയും കാടുകളും ചോലവനങ്ങളും പുൽമേടുകളും എല്ലാം ചേർന്നാണ് നമ്മുടെ ആറളം. ജൈവ വൈവിധ്യം കൊണ്ട് തന്നെ സമ്പന്നമാണ്. ആന, കാട്ടുപോത്ത്, വിവിധ ഇനം മാനുകൾ, മലയണ്ണാൻ. ഇപ്പൊ നമ്മൾ വരുമ്പോഴൊരു മലയണ്ണാനെ കണ്ടത്, മലയണ്ണൻ. അതുപോലെ തന്നെ വ്യത്യസ്ത ജനുസ്യപ്പെട്ട കുരങ്ങുകൾ, വേഴാമ്പൽ എന്നിവയെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് മുമ്പോട്ട് പോകാം, വല്ലതും കാണാൻ പറ്റുമോ നോക്കാം. പക്ഷെ നമ്മൾ രാവിലെ ആയതുകൊണ്ട് കാണാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഉച്ച സമയത്ത് ഇവരൊക്കെ ഭക്ഷണമൊക്കെ ആഹാരമൊക്കെ കഴിച്ച് കുളിക്കാനും പിന്നെ വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ടാണ്, ഉച്ച സമയത്താണ് മിക്കവാറും ഇങ്ങോട്ട് ആനകളൊക്കെ ഇറങ്ങാൻ സാധ്യത. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥനാണ്, മിസ്റ്റർ സുഗു ആണ് നമ്മുടെ കൂടെ ഗൈഡായിട്ട് നമുക്ക് പല കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു തരുന്നത്. മൃഗങ്ങളെ കൂടാതെ ചിത്രശലഭങ്ങളുടെ ദേശാടനത്തിന് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ആറളം. ഈ ആൽബട്രോസ് ഇനത്തിൽപ്പെട്ട ശലഭങ്ങളുടെ ദേശാടനം, അവരുടെ പ്രജനനം, ഇതൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഡിസംബർ ജനുവരി മാസമാണത്. അത് നമുക്ക് ഉച്ച സമയത്തെ കാണാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ നമ്മളിവിടെ 9:30 കയറിയത് മണ്ടത്തരായി. എന്നാലും നമുക്ക് വനത്തിലൂടെ നടക്കാം, വനത്തിന്റെ ഭംഗി, കാനന ഭംഗി ഒന്ന് കാണാം. നമ്മുടെ ഇതുപോലത്തെ വനത്തെ പോലത്തെ ഭാഗങ്ങളുണ്ട് ആറളം ഫാമിൽ. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ വിശ്രമിക്കാനും പറ്റുമല്ലോ. അങ്ങനെയാണ് ഇവർ ആറളം ഫാമിലേക്ക് പോകുന്നത്. ഇവിടത്തേക്ക് എത്തിച്ചേരാൻ കുഴപ്പമില്ല, നല്ല റോഡാണ്. കണ്ണൂരിൽ നിന്നും 60 കിലോമീറ്റർ നമുക്ക് കിഴക്കോട്ട് യാത്ര ചെയ്താൽ മട്ടന്നൂർ ഇരിട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ആറളം. അതിമനോഹരമായ ശാന്തമായ ഒരു പ്രദേശമാണ്. നല്ല തണുപ്പാണ്, AC വെല്ലുന്ന തണുപ്പാണ് കേട്ടോ. മരങ്ങളും തൊട്ടടുത്തൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തണുപ്പ് വേറെ തന്നെയാണ്. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്. ഫുൾ വെള്ളം ഉണ്ടല്ലോ. ചീങ്കണ്ണിപ്പുഴ, കറക്റ്റ് ശരി. 1984 വന്യജീവി സങ്കേതം രൂപീകരിക്കപ്പെട്ടത്. അതിന് മുമ്പ് റിസർവ് ഫോറസ്റ്റ് ആയിരുന്നു, ഇപ്പോഴ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്നു. അപ്പം അത് മാത്രമല്ല സാർ, ഇതുണ്ടല്ലോ, ഇത് വെച്ചാൽ നല്ല ഔഷധമുള്ള പുഴയാണ്. എന്നാ വെച്ചാൽ ഈ കാടുകളില്, കാട്ടിന്റെ മരങ്ങളിലെ മരത്തിന്റെ വേരിന്റെ അടിയിൽ ഒഴുകി ഔഷധ ഗുണമുള്ള വെള്ളമാണെന്ന് പറയാം. കറക്റ്റാണ്. കുളിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് നല്ല ഫ്രഷ് ആയിരിക്കും. ഇതിനകത്തൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് വേറെ ഏതുമല്ല, ചീങ്കണ്ണിപ്പുഴയാണ്. വളവട്ടം പുഴയുടെ പ്രധാന നീർച്ചാലായ ചീങ്കണ്ണിപ്പുഴ ഈ സങ്കേതത്തിന്റെ ഒരു അരികു പറ്റിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സമയങ്ങളും ഇതിനകത്ത് വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സസ്യജാലങ്ങൾക്കും എല്ലാവർക്കും വലിയൊരു ഗുണമുള്ള ഒരു വരദാനമായിട്ടാണ് ചീങ്കണ്ണിപ്പുഴ ഒഴുകുന്നത്. ഇതിന്റെ അതിരുകൾ നമുക്ക് നോക്കിയാൽ വടക്ക് കർണാടക സംസ്ഥാനത്തിന്റെ ബ്രഹ്മഗിരി വനങ്ങൾ, കിഴക്ക് വയനാട് ജില്ല, പടിഞ്ഞാറ് ആറളം തന്റെ ഫാം, അവിടെ കൃഷി കാര്യങ്ങളൊക്കെ, തെക്ക് ചീങ്കണ്ണിപ്പുഴ. ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ചീങ്കണ്ണിപ്പുഴയിലേക്കാണ് കേട്ടോ. ഇതാണ് ചീങ്കണ്ണിപ്പുഴ. ഇപ്പോൾ വെള്ളം കുറവാണ്, എന്നാലും ഉണ്ട്. എന്ന് വെച്ചാൽ ഈ നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ. ഇദ്ദേഹം പറയുന്നത് ഒരുപാട് ഔഷധ ഗുണമുള്ള വെള്ളമാണ് ഇത് ഒഴുകി വരുന്നതാണ്. ഒരുപാട് ചെടികളുടെയും മരുന്നുകളുടെയൊക്കെ വേരിലൂടെയൊക്കെ ഒഴുകി വന്ന് ഇതിലൊക്കെ കുളിച്ച ക്ഷീണമൊക്കെ മാറും. നല്ല ഫ്രഷ് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പറഞ്ഞ പോലെ തന്നെ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അക്കരയിൽ അവിടെ ജനവാസമുള്ള സ്ഥലമാണ്, അവിടെ റിസോർട്ടിന്റെ വർക്കൊക്കെ നടക്കുന്നു. ഇതിനകത്ത് പ്രത്യേക ഇനം മത്സ്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ കുഞ്ഞു മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് നമുക്ക് ഇദ്ദേഹത്തിന്റെ വാക്കുകളും ശ്രദ്ധിക്കാം. നമുക്ക് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒരുപാട് ആഴത്തിലുള്ള അറിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളും ഇടയ്ക്ക് കേൾക്കാം. പലതരം ചെറിയ മത്സ്യങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഇത്രയും നമുക്ക് കാണാൻ, അതുകൂടെ കാണാൻ പറ്റില്ല, അപ്പോഴേക്ക് ഓടിപ്പോവില്ലേ.
അക്വേറിയത്തിലൊക്കെ ഇടാൻ പറ്റിയ പല വെറൈറ്റി മീനുകളുണ്ട് ഈ വെള്ളത്തിൽ. പക്ഷെ എങ്ങനെ കാണുന്നേ. ഒരു ബാച്ച് വരുന്നത് അതോ കിടക്കുന്നുണ്ടോ. ഒരു മഞ്ഞയും ബ്ലാക്കും ഒക്കെ കളറായിട്ട് സുന്ദര കുട്ടപ്പാനും അങ്ങനെ പോകും. എല്ലാ ജീവജാലങ്ങളും ഇവിടെ ഇതിനകത്തുണ്ട്. പക്ഷേ ഒരു മരയണ്ണാനെ മാത്രമേ ഇപ്പോൾ കാണാൻ കഴിഞ്ഞുള്ളൂ. ഇനി ആന മാനൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. രാവിലെ അവരൊക്കെ റെസ്റ്റ് എടുക്കുമായിരിക്കും തോന്നുന്നു. മീൻമുട്ടിയാ കേട്ടു. അവിടേക്ക് ഇപ്പൊ എൻട്രി ഇല്ല. എന്ന് വെച്ചാല് ഉരുള് പൊട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സ്റ്റെപ്പ് എല്ലാം പോയി. ശരി. വർക്ക് നടക്കുന്നില്ല. അത് ശരി. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നല്ലേ. എത്രയും പെട്ടെന്ന് ആകുന്നാണ് പറഞ്ഞത്. ശരി. റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്താൽ പോവാം. ഇവിടെ വരുന്നവരെല്ലാരും ചോദിക്കുന്നു മീൻമുട്ടിയിലേക്ക് പോകാൻ അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന്റെ വർക്ക് എത്രയും പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് സഞ്ചാരികൾ കൂടും. വെള്ളച്ചാട്ടം കൂടി കാണാമല്ലോ അല്ലേ. സന്ദർശകർ കാണാം. നല്ല ഏരിയ ആണ്. ആനയ്ക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ലാത്തത് കൊണ്ട് ഇത് വിയർക്കില്ല. വിയർക്കാത്തത് കൊണ്ട് ഇത് ശരീരം എന്ന് ചൂടാണ്. അപ്പം പരമാവധി അത് നല്ല തണുപ്പുള്ള ഏരിയകൾ തിരഞ്ഞെടുക്കുക. റെസ്റ്റ് എടുക്കാനും ഭക്ഷണം എടുക്കാനും ഫുഡൊക്കെ അന്വേഷിക്കുന്ന ആ സൈഡിലായിരിക്കും. ഇതിന് മേലേക്ക് നല്ല മുളയുണ്ട്. ഇഷ്ടംപോലെ പാമ്പുകളുണ്ട്. അപ്പൊ അത് ഇഷ്ടംപോലെ തിന്നാനും പറ്റും. അത് ശരിയാണ്. 1984 അതിന് മുമ്പ് ഇത് റിസർവ് ഫോറസ്റ്റ് ആയിരുന്നു. റിസർവ് ഫോറസ്റ്റ് ആയപ്പോൾ ഇതിനുള്ളിൽ മരങ്ങളൊക്കെ മുറിക്കുമായിരുന്നു. അവര് കൊട്ടേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ കുറെ മരങ്ങളൊക്കെ മുറിക്കും. കൂടുതലും മരങ്ങൾ മുറിക്കും തേക്ക് മരമായിരുന്നു. അപ്പൊ ഇരുന്നൊരു 8 കിലോമീറ്റർ അപ്പുറം 9 കിലോമീറ്റർ അപ്പുറം തേക്ക് പ്ലാന്റേഷൻ തന്നെയുണ്ട്. തേക്ക് മാത്രം കൂപ്പ് എന്ന് പറയാം. അപ്പൊ അത് മുറിച്ചിട്ട് അവിടുന്ന് ലോറിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത്. എന്നിട്ടാണ് സാഞ്ചുറി ആയതിനു ശേഷം പിന്നെ തൊടാൻ പറ്റില്ല. ഈ ബാക്കിയായത് മുറിച്ചിട്ടതും എല്ലാം ബാക്കിയായത് അവിടെ പോയി. ഒരു ഉണക്കുമരം മറിഞ്ഞു വീണാലും അത് ഈ റോഡിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ റോഡിന് വണ്ടി പോകാൻ കണക്കിന് മാത്രം മാറ്റിയിട്ട് അത് അവിടെ കിടക്കും. അത് ചെതല് പിടിച്ചിട്ട് അങ്ങനെ മണ്ണോട് ചേർന്നോളൂ. അല്ലാതെ വേറെ അനക്കാൻ പറ്റില്ല. മറ്റുള്ള മരങ്ങൾക്ക് വളമാകും. അത്ര തന്നെ. ഇവിടെ ഇരിക്കാനൊക്കെ ബെഞ്ചൊക്കെ ഉണ്ടാക്കി കുറച്ച് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇരിക്കാനല്ലേ. മെയിൻ്റനൻസ് വർക്ക് നടത്തിയില്ല. അതെ, അതങ്ങനെ കിടക്കുവാണല്ലേ. പിന്നെ മഴക്കാലം ഇവിടെ ഒരു നല്ലൊരു ഇറങ്ങണ്ടേ. എന്തൊക്കെ വേഴാമ്പൽ ഉണ്ടാക്കുന്ന സൗണ്ടാണ്. ഇതൊരു ടൈമിൽ നന്നായിട്ട് ആക്കിയെടുത്തായിരുന്നു കഴിഞ്ഞ വർഷം. പിന്നെ അതിന്റെ പണി പിന്നെ ഒന്നും ചെയ്തില്ല. അത് നടക്കുവാണെങ്കിൽ അതും കുറച്ചിരുന്നല്ല. ആൾക്കാർക്ക് കയറാനും നല്ല കൂളിംഗ് ആയിരുന്നു. നല്ല കൂളിംഗ് ആയിരിക്കും. അതെ. നല്ല കാട്ടിൽ ഞെട്ടി എന്ന് പറഞ്ഞൊരു ഓല കൊണ്ടിട്ട് അതിന്റെ മേലൊക്കെ. ശരി. ഇതൊക്കെ ഇനി കൊണ്ടുവന്ന് വീണ്ടും ഇനി ഡെവലപ്പ് ചെയ്തെടുക്കണം. കൊള്ളാം. വരുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു അപൂർവമായിട്ട് കാണാൻ പറ്റുന്നതാണല്ലോ. സിറ്റിയിൽ നിന്നൊക്കെ വരുന്നവർക്ക് അറിയില്ലല്ലോ. അതെ. ഫോട്ടോ എടുക്കാൻ. അതെ. ഇപ്പൊ റിസോർട്ടുകളിലൊക്കെ ഉണ്ടല്ലോ. ഇതൊരു ക്യാമ്പ് പോലെയുള്ളൊരു നല്ല ഏരിയ അല്ലേ, ഫ്ലാറ്റ് ആയിട്ടുള്ള. ആയിട്ടില്ല. ഇവിടെ എല്ലാം വരും അല്ലേ. വന്നിങ്ങനെ കൂട്ടത്തോടെ ഇരിക്കും. ഒന്നും വരാൻ തുടങ്ങിയിട്ടില്ല. ഇല്ല, ചിലപ്പോ ഉച്ചയാവുമായിരിക്കും വരുമ്പോ അല്ലേ. ഇത് പൂക്കുണ്ട്. ഇതൊരു കുണ്ടാണ്. കുണ്ട് തന്നെയാണ്. ആഴുണ്ട് അവിടെ. വെള്ളത്തിന്റെ നിപ്പുണ്ട് അറിയാലോ. അതെ, ഇതിന്റെ സൈഡില് ഇത് ഇവിടെ ഒരു പുഴ, ഇതിലെ ഒരു പുഴ വരുന്നത്. രണ്ട് പുഴ വന്ന് ഇവിടെ ചേരുന്നുണ്ട്. അതെ. അപ്പൊ അതിനുള്ളിൽ ഒരു ദ്വീപാണ്, ചെറിയ ദ്വീപ് പോലെ. ഒരു
2002 ഒരു 10-36 കുടുംബക്കാർ അവിടെ ഉൾപ്പെട്ടു പോയി ഉരുള് പൊട്ടിയപ്പോൾ. ഓ അത് ശരി. ഒരു മഴക്കാലത്ത് ഉരുള് പൊട്ടിയപ്പോൾ അവിടെ പെട്ടു. ഈ ഇവിടെ ആ മരം കാണുന്നത് ആ ദ്വീപില് മരം പാലം കിട്ടിയത്, പാലം അങ്ങോട്ട് ഇവർ കടന്നു പോകാൻ വേണ്ടി. ഇവർക്ക് ഏക ആശ്രയം എങ്ങോട്ട് ടൗണിലേക്ക് ചെട്ടിയാമ്പറമ്പ് അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ അവിടെ ഫുള്ള് വെള്ളമായപ്പോൾ ഇവർക്ക് എങ്ങോട്ട് പോകാനും പറ്റിയില്ല. ഇവരുടെ കുടിലുകളൊക്കെ ഒഴിച്ചു പോയി. പിന്നെ ഇവർ ഇതുപോലത്തെ ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു. ഒരു മരത്തിന് മേലെ എല്ലാവരും അള്ളിപ്പിടിച്ച് കയറി, ചെറിയ കുട്ടികളടക്കം അങ്ങനെ കയറി പിടിച്ചിരുന്നു. ഒരു രാവിലെ ഇങ്ങനെ തുടങ്ങിയതാണ്. ഇത് വൈകുന്നേരം ഒരു 3-4 മണിയായപ്പോഴാണ് കുറച്ച് വെള്ളം വലിഞ്ഞപ്പോൾ ഒരാൾ പോയി ഇറങ്ങി നോക്കി എന്തെങ്കിലും വഴിയുണ്ടോ നോക്കി. ഇങ്ങോട്ടോ അങ്ങോട്ടോ കിടക്കണം. നോക്കുമ്പോ കുറച്ച് മേലിട്ട് ഒരു വലിയൊരു മരം വന്നിട്ട് ക്രോസായി കിടക്കും. എന്നിട്ട് ആ മരത്തെ കൂടിയാണ് അവര് സഞ്ചരിച്ചിട്ട് നടന്ന് കയറി വന്നിട്ട് ഈ വനത്തിലേക്ക് വന്നിട്ട് ആറളം അവിടെ ഓഫീസിൽ വന്നിട്ട് ഓഫീസിൽ പോയിട്ട് അവിടെയാണ് ക്യാമ്പിൽ താമസിച്ചത്. അല്ലെങ്കിൽ അവരെല്ലാം ഒലിച്ചു പോയനെ. രക്ഷപ്പെട്ടു. അങ്ങനെ ആ ഒരു സ്പേസ് ആണല്ലേ. അതെ അതെ. ആനക്കൊക്കെ മുങ്ങി കുളിക്കാനുള്ള സൗകര്യം. ആ വഴിയിലൂടെ വന്നിട്ട് ഇതുവഴി പോവും. ഇതുവഴി പോയിട്ട് അങ്ങനെ സുഖമായിട്ട് വേനൽക്കാലത്തൊക്കെ കുടിച്ച് മതിച്ച് ഇതിനകത്ത് കിടക്കാലോ. പറ്റില്ല, ഇത് പറ്റില്ല. ഇതൊരു കുഴിയാണല്ലോ. പൂമ്പാറ്റകൾ ഇരിക്കുന്നു അല്ലേ, വലിച്ചെടുക്കാൻ വേണ്ടിട്ട്. ശരി ശരിയാ. അമിനോ ആസിഡൊക്കെ ലഭിക്കുന്ന പറയുന്നത്. അതാണ് ഇവരിങ്ങോട്ട് കയറി വരുന്നത്. ഒരെണ്ണം വന്നിട്ടില്ല. അപ്പൊ ഇനി മെല്ലെ 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 വരുമായിരിക്കും. അതാണ് കൂട്ടത്തോടെ വരുമായിരിക്കും. അല്ല അതെ ഓരോന്നോരോന്നേ വരുന്നുണ്ട്. അങ്ങ് അല്ല പല വെറൈറ്റി ഉണ്ടല്ലോ അല്ലേ. പല വെറൈറ്റി ഉണ്ട്. ഇപ്പം വൈറ്റ് ആൽബട്രസാ വരുന്നത്. വൈറ്റാ വരുന്നത്. ഇപ്പൊ നമ്മ കണ്ടത്. അപ്പൊ അത് തന്നെ അതിൽ പല ഇത് വരുന്നുണ്ട് കേട്ടോ കേട്ടോ കേട്ടോ. അവർക്ക് ഏകദേശം സമയമാകുന്നുണ്ട്. അതിന്റെ മുകളിൽ കയറി ഇരുന്നു. ഇറങ്ങി വരുന്നതാണ്. ചൂടടിക്കുമ്പോഴേക്ക് ഒക്കെ വരുന്നതാണ്. ഇതേ ഇവിടെ ഉണ്ട്. കൊള്ളാം. കിട്ടില്ല ചുരുളി. അതെയോ, കഴിക്കാൻ പറ്റുന്നതാണ്. അതെയോ, ഈ ഇളന്തണ്ടുകൾ ഇത് മൂത്തുപോയി. ഇളന്തണ്ട് അതല്ല ഉപയോഗിക്കേണ്ടത്. ഇളന്തണ്ട് പറിക്കുക. ഇളന്തണ്ട് പറിച്ചിട്ട് നമുക്കൊന്ന് ഉണക്കണം. ഒരു ലേശം വാഴണം. വാഴിട്ട് നമുക്ക് ചെറുങ്ങനെ അരിഞ്ഞിട്ട് കുറച്ച് നമുക്ക് എണ്ണ കടുകെല്ലാം പൊടിച്ച് എണ്ണ സാധാരണ ഇലക്കറി വെക്കുമ്പോൾ കുറച്ച് തേങ്ങ ചേർന്നിട്ടാലും മതി. അങ്ങനെയുള്ളത്. അതിവിടെ എന്തൊക്കെ ഇതിനകത്തുള്ളതൊക്കെ നല്ലത്. പക്ഷെ ഇതിനകത്ത് നല്ലതാണ് വിഷം ഏതാണ് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതിനെപോലെ എന്നും കഴിച്ചാൽ ചിലപ്പോൾ പോകും. കൂണ്, പലതരം കൂണുകളുണ്ട്, നല്ലതുണ്ട്. അതെ. ഇവനിങ്ങനെ ഇവിടെ കറങ്ങി നടക്കണ്ട, ഒരിടത്ത് ഇരിക്കില്ല. അതാണ് എല്ലാവരും വരണം. അതാണ്. അതെ, തുമ്പിയുണ്ടോ? ഞാനിവിടുന്ന് പോകുമ്പോഴേ ഓടിപ്പി അവിടെ ഇരിക്കുവാണ്. ബട്ടർഫ്ലൈസിന്റെ ഏരിയ ആണല്ലേ. അത് ഓരോ ഏരിയ അല്ലേ, അവർ ആ ക്ലൈമറ്റും എല്ലാം അതോടെയല്ലേ നിൽക്കൂ. മൈഗ്രേഷൻ നടക്കുന്നത്. ഇത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കൂടുതലാണ് വരുന്നത്. ഓ ശരി. ജനുവരി ലാസ്റ്റ് കഴിയുമ്പോൾ പിന്നെ ഉണ്ടാവില്ല. നല്ല തണുപ്പാണ്. നല്ല ഐസ് വെള്ളം. വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ തോന്നും കേട്ടോ. എന്താണ് നോക്കി. ശരിക്കും ഐസ് വാട്ടർ. കളകളാരവം. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. ഒരഴുക്കൂല്ലല്ലോ. മീൻ ഞാൻ കണ്ട്. അടിയിലുള്ള കല്ല് എല്ലാം കാണാം. അവിടെയാണ് കുറച്ച് ആഴം അല്ലേ. അതെ. വെയിൽ വന്ന് ഇങ്ങോട്ട് വന്നതാണ്. അതെ. അത് കേട്ടിട്ട് അത് ഓടി താഴത്തേക്ക് പോയി. അതെ. കല്ലൂർ വഞ്ചി. ഇത് കല്ലൂർ വഞ്ചി എന്ന് പറയും. അതെ, ഇതെന്താണ് ചെടിയാ? ഇതെന്നാ വെച്ചാൽ ഇത് മൂത്ര സംബന്ധമായ നല്ലതാണ് ഇത്. ഇത് ഈ തണ്ടില്ലേ, ഈ തണ്ട് നമ്മൾ പറിച്ചെടുക്കുക. ഇത് പറിച്ചെടുത്ത് ചെറുങ്ങനെ കഷ്ണാക്കണം. ചെറുങ്ങനെ കഷ്ണാക്കിട്ട് ഉണക്കുക. ഉണക്കിയ ശേഷം നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ നമ്മൾ ദാഹശമനിക്ക് പകരം ഇത് ഉപയോഗിച്ചാൽ നമുക്ക് ഒരു 2-3 മാസം കൊണ്ട് മൂത്ര സംബന്ധമായ എല്ലാ രോഗങ്ങളും. ഓ അത് ശരിയാ, ഫിൽട്രേഷൻ നടക്കുന്നതല്ലേ.
നല്ല ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ? കാട്ടിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ. ഇവിടെ ചൂടുള്ളപ്പോൾ പൂമ്പാറ്റകളല്ലേ? ഇപ്പോഴവിടെയൊക്കെ ഇങ്ങനെ നിൽക്കാതെ പറന്ന് നടക്കുന്നുണ്ട്. ആയില്ല, അത് ഇരിക്കാൻ തുടങ്ങിയില്ല. അതാണ് ഈ ക്യാമറയിൽ വരുന്നില്ല, അത്രയും ഫാസ്റ്റായിട്ടാണ് പോകും. കണ്ട എവിടെ ഇരിക്കുന്നില്ല. അതാ വന്നു. കൂട്ടത്തോടെയാണ്, നല്ല രസമായിരിക്കും. ഇവിടെ എന്തൊക്കെയോ പൂത്തിരിക്കുന്നല്ലേ കായ്. ഭയങ്കര ഫാസ്റ്റാന്ന് പറക്കുന്നത് അല്ലേ? നമ്മൾ നടന്ന് റിട്ടേൺ വരുമ്പോൾ ഇടയ്ക്ക് ചുള്ളിക്കമ്പുകളൊക്കെ ഒടിയുന്ന ഒരു സൗണ്ടൊക്കെ കേട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ആനയാണ്, അപ്പോൾ നമുക്ക് അതിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് മൂഡിലാണ് അത് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാറുന്നതാണ് ഭംഗി എന്നാണ് അദ്ദേഹം തന്ന നിർദ്ദേശം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു ഇങ്ങോട്ട്. അവർ ചിലപ്പം വെള്ളം കുടിക്കാനോ വന്നോട്ടെ, അത് നമ്മൾ ശല്യം ചെയ്യേണ്ട എന്ന് കരുതി നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ഇതിൻ്റെ പേരാണ് ഇതെങ്ങനെ പറയും, ചുവട്ടിൽ പഴം. ചോട്ടിൽ പഴം. അവിടെ ചോട്ടിലെ പഴം പിടിക്കും. ചുവട്ടിലെ പഴം പിടിക്കും. അത് ശരി. ചുവട്ടിൽ പഴം, മൂട്ടിത്തൂറി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയല്ലേ? മരത്തിന്റെ പേര്. മുകളിലേ പിടിക്കില്ല, മേളിലേക്ക് ഉണ്ടാവില്ല. ചോട്ടിൽ നിന്ന് ഇങ്ങനെ കായ, ചുമന്ന പൂവായിരിക്കും, അതുപോലെ ചുമന്ന കായായിരിക്കും. ഇതുപോലെ ഇങ്ങനെ താഴെ നിന്ന് പിടിച്ച് ഇങ്ങനെ മുകളിലോട്ട് ഭാഗം വരെ പോകും. സീസൺ ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ? അത് സീസൺ ജൂൺ മാസം. നമ്മൾ മൂട്ടിൽ പഴം. അതെ അതെ, അത് ഇതാണല്ലേ? താഴെ മൊത്തം മരത്തിലാണ്, താഴെയല്ലേ? അതുപോലെ കായ്കൾ ഉണ്ടാകും ജൂലൈയിലൊക്കെ. ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പൊ ചോട്ടിലെ പഴം ഇവിടെ ആമയും തിന്നും, പിന്നെ ഇത് കുരങ്ങ്, ഇത് എല്ലാം താഴെ കുരങ്ങ്, മാന്, അണ്ണാൻ, ആമയെല്ലാം തിന്നും. ഇതൊരു ആൽമരം നിൽക്കുന്നുണ്ടതാ, അതിന്റെ ഉള്ളിൽ കാണുന്ന ചെറിയ മരമില്ലേ, അത് ഇരുവുൾ മരമായിരുന്നു. അതിനെ വിഴുങ്ങി അതിനെ ചുറ്റി പിടിച്ചിട്ട് നല്ല മരമായിരുന്ന സമയത്ത് പിന്നെ അതിന്റെ ജലസമ്പത്തെല്ലാം വലിച്ചെടുത്തിട്ട് ഇത് വളർന്നു. അതിപ്പോ ചെറിയ രീതി അത് കാണുമ്പോഴേ സൗണ്ട്. ശരി. തെറ്റ് കംപ്ലൈന്റ് ആണ്. അതിന് അടുത്താഴ്ച ഒരാൾ വരും. ശരി. ഇതല്ലേ? ഒന്നുമല്ല. ചെറിയ അറേഞ്ച്മെന്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? ലോകത്തിൽ കാണപ്പെടുന്ന ഇത് കർണാടക ഏരിയ. അതെ, ഇത് ആലപ്പാണ്. നമ്മുടെ സൈഡ്. അതെ അതെ, ഇത് വയനാട്ടിലെ. അതെ അതെ. നമ്മുടെ വാട്ടർഫോൾസ്, മീൻമുട്ടി വാട്ടർഫോൾസ് ഇതാണ് ഇവിടുത്തെ. അതിന് വെള്ളം കുറയുമ്പോഴുള്ള ഏരിയയാണ്. നിശാശലമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലമാണ്. ശരിയോ? അതിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്, അറ്റ്ലസ് മോത്ത്. ലോകത്തിലെ ഏറ്റവും വലുതാണ്. ഇതൊക്കെയാണ് ആറളം ഫാമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇത് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. ധാരാളം ആൾക്കാർ രാവിലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നമസ്കാരം.